അത് ഭയങ്കര രസകരമായ സംഭവം വെച്ചാൽ ഈ 2011 തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണല്ലോ ഉമ്മൻചാണ്ടി കാര്യത്തിൽ വന്നത്. ലീഗാണ് യഥാർത്ഥത്തിൽ ആ മുന്നണിയും മന്ത്രിസഭയും നയിച്ചത്. ലീഗ് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയായത്. അപ്പോൾ ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിച്ചു. ഉമ്മൻചാണ്ടി അത് നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മൻചാണ്ടി ഭയങ്കര ബുദ്ധി അതിനകത്ത് കാണിച്ചു. ലീഗ് പോലും ചിന്തിക്കാത്ത ഒരു ബുദ്ധിയിൽ അവരെ കുടുക്കിയിട്ടു. എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം 4 മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു പിന്നെ 5ാമത്തെ ഞാൻ തരാം, മന്ത്രിയാക്കാം. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്ത്, കാരണം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് അറിയാം ഇത് 5ാമത്തെ മന്ത്രിസ്ഥാനം ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഇത് മൊത്തം അലമ്പാവുന്നുള്ളൂ. മൊത്തം അലമ്പായി വളരെ ചർച്ചകളായിട്ട് ഭയങ്കര വീടെടുപ്പ്, ഭയങ്കര വിഷയങ്ങൾ, നാനാഭാഗത്ത് തീർപ്പ്. മറ്റേ ഈ വെള്ളാപ്പള്ളി അപ്പുറത്തേക്കും മറ്റേ 3 കൂവാണ് കേരളം ഭരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുവാണി, കുഞ്ഞുകുഞ്ഞ്, ഈ 3 പേരാണ് ഭരിക്കുന്നത്. വെള്ളാപ്പള്ളി പിറ്റേ ദിവസം പോലെ അടിച്ചു തുടങ്ങി. ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിയായിരുന്നു. അടിച്ചോടി ആകെ മൊത്തം അന്ന് KPC പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയെ എതിർക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു നിവൃത്തിയില്ല. അപ്പം ലീഗ് ഒന്ന് സംപ്രീതരായി. അവർ പെട്ടെന്ന് ഭയന്നു. എന്ത് ചെയ്യുന്നപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി പറഞ്ഞു ഇത് കണ്ടില്ല, ഇത്രയും എതിർപ്പ് എനിക്കെതിരെ ഉണ്ട്, എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം തരും എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. അതോടുകൂടി ഈ തലപൊക്കി വന്ന ലീഗ് ഉമ്മൻചാണ്ടിയുടെ കക്ഷത്തിനിടയിലായി. അങ്ങനെയാണ് പുള്ളി, ഞാനത് വിസിബിളായിട്ട് കണ്ട് മനസ്സിലാക്കിയത്. കാരണം ലീഗിനെ പ്രതിസന്ധിയിലേക്ക് തള്ളി കൊണ്ടേ വിട്ടിട്ടാണ് ഈ 5ാമത്തെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. അതോട് ലീഗ് മൂക്കും കുത്തി ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ പോകും. പിന്നെ 5 വർഷം ലീഗ് അനങ്ങിയിട്ടില്ല. പക്ഷേ അന്ന് ലീഗിനുണ്ടായ ഡാമേജ് ഉണ്ടല്ലോ, അന്ന് UDF ആ 5ാമത്തെ മന്ത്രിസ്ഥാനം കൊണ്ട് ലീഗിനുണ്ടായ ഡാമേജാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ CPM നിലനിർത്തുന്നത്. അന്ന് ലീഗിനെതിരെ ശക്തമായ ഈ ഭൂരിപക്ഷ കൺസോളിഡേഷൻ വന്നു. വലിയ തോതിലുള്ള എതിർപ്പ് വന്നു പല ഭാഗത്തും. സത്യത്തിൽ എന്താ 5ാമത്തെ മന്ത്രിസ്ഥാനം കൊണ്ട് ലീഗിന് ഒരു ഗുണം ഉണ്ടായില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന വകുപ്പുകൾ വിധിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വകുപ്പ് ലീഗിന് കിട്ടിയില്ല. പ്രത്യേകിച്ച് ആ 5ാമത്തെ മന്ത്രിസ്ഥാനം കൊണ്ട് മുസ്ലിം സമുദായത്തിന് ലീഗിന് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷേ ഇവരെ കടുംപിടുത്തം പിടിക്കുന്നവർ ഉമ്മൻചാണ്ടി സ്ക്രൂ കയറ്റി കൊടുത്തിട്ട് അവസാനം അലമ്പായപ്പോഴത്തേക്ക് ഇത് കൈ കൊടുത്തു. അതോടുകൂടി ഈ വടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, അതോടുകൂടി ലീഗ് വലിയ പ്രതിസന്ധിയിലായിപ്പോയി. ഇപ്പോഴും അവർക്ക് 5ാമതൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് പറയാൻ ധൈര്യം ഇപ്പോഴും അവർക്കില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ആ 5ാം മന്ത്രിസ്ഥാനം ലീഗിനെയും UDF രാഷ്ട്രീയത്തിനെയും വലിയ പ്രതിസന്ധി കൊണ്ടെത്തിച്ചു. അന്നു മുതലാണ് യഥാർത്ഥത്തിൽ ഈ ഭയങ്കരമായിട്ട് ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഈ ലീഗിനെതിരെ വരാൻ തുടങ്ങിയത്. അന്നു മുതലാണ് ക്രൈസ്തവ വിഭാഗങ്ങളും ഈ ലീഗിനെതിരെ തിരിയാൻ തുടങ്ങി. ഇന്നിപ്പോൾ ലീഗിനെ അച്ഛന്മാരെ ഒരു വേദി കൊണ്ടുവരാത്ത എളുപ്പമല്ല. ഒരു കാലത്ത് ക്രൈസ്തവ സഭകളും മുസ്ലിം ലീഗും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ആ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ തിരുവമ്പാടി സീറ്റ് ഉദാഹരണം, തിരുവമ്പാടി നിയമസഭാ സീറ്റ് അവർ കൃത്യമായിട്ട് സഭകൾ പറയുന്നു അതൊരു ക്രൈസ്തവന് കൊടുത്താൽ മാത്രമേ അവിടെ ആൾ ജയിക്കുള്ളൂ. UDF സ്ഥാനത്ത് ജയിക്കും. അത് ലീഗിൻ്റെ സീറ്റാണ്. പ്രത്യേകിച്ച് അവിടെ 20% ക്രിസ്ത്യാനികളുണ്ട്, 54% മുസ്ലിങ്ങളുണ്ട്. പക്ഷേ അവർ എന്തുകൊണ്ട് കടുംപിടുത്തം പിടിക്കുന്നത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് സഭകൾ തുറന്ന് പറഞ്ഞു തുടങ്ങി. ആ അവസ്ഥയിലേക്ക് എത്തിച്ചതെല്ലാം ഈ 5ാം മന്ത്രിസ്ഥാനമാണ്. അത് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി ലീഗിനെ ഡിഫെൻസീവിലാക്കി കൊണ്ടുവന്നിട്ടൊരു തന്ത്രപരമായ നിലപാടാണ്. ആ 5ാം മന്ത്രിസ്ഥാനത്തിൻ്റെ പരിക്ക് ഇതുവരെ ലീഗിനെയും UDFനെയും വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയൊക്കെ ഒരുമിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും UDF വിരണ്ടു പോകുന്നത്, കോൺഗ്രസ് ഹൈക്കമാൻഡൊക്കെ വിരണ്ടു പോകുന്നത് ഇതുകൊണ്ടാണ്. അത് CPMന് ഈ ഇലക്ഷനിൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ UDFൻ്റെ മുകളിൽ തങ്ങൾക്ക് ഒരു കാലത്ത് നഷ്ടപ്പെട്ട ആ ഒരു പ്രാമുഖ്യം തിരിച്ചു കൊണ്ടുവരാൻ SNDPക്ക് NSനും ഇതുവഴി സാധിക്കും.